അനുഭവിക്കുന്നവർക്കും കൂടെയുള്ളവർക്കും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണ് പീരിയഡ്സിന്റെ സമയത്തുള്ള മൂഡ് സ്വിങ്സ്. എന്നാൽ ഇതിന്റെയൊക്കെ എത്രയോ മടങ്ങ് ബുദ്ധിമുട്ടാണ് PCOD-കാരിലുള്ള മൂഡ് സ്വിങ്സ്. എന്തുകൊണ്ടായിരിക്കാം PCOD ഉള്ളവരിൽ കൂടുതലായിട്ടുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്? ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. മെയിൽ ഹോർമോണിന്റെ അളവ് കൂടുകയും ഫീമെയിൽ ഹോർമോണിന്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ നല്ല മൂഡിനെ നിലനിർത്തുന്ന സെറട്ടോണിൻ, ഡോപ്പമൈൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവിനെ കുറയ്ക്കുന്നു. അതുപോലെ PCOD-കാരിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇംബാലൻസ് ഉണ്ടാക്കുകയും ക്ഷീണം കൂടുതലായി അനുഭവപ്പെടാനും കാരണമാകുന്നു. PCOD-കാരിലുള്ള വിട്ടുമാറാത്ത അണുബാധ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെയും നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടും മൂഡിലുള്ള കാര്യമായ ചേഞ്ചസ് വരാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് PCOD രോഗികൾ അനുഭവിച്ചു വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ശരീരഭാരം അമിതമായിട്ട് കൂടുന്നത്, മുടി കൊഴിച്ചില്, മുഖക്കുരു, വന്ധ്യത, ഇതൊക്കെ അവരിലൊരു ആത്മാഭിമാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാവുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളെ കുറിച്ചറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.